ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പല പല ഭാഗങ്ങളിലും വൈകാരികമായ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തൊടുപുഴയിലും പ്രകടനം നടന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ പേരിലൊന്നും നടപടി എടുക്കുന്നത് ഒരു പരിഹാരമല്ല. എൻ്റെ അഭിപ്രായം അതാണ്. മാത്രമല്ല ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവർത്തകർ പല വിഷയങ്ങളിലും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ വൈകാരിക പ്രകടനങ്ങളെ അതിൻ്റേതായ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വത്തിന് കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഈ വിധത്തിലുള്ള അച്ചടക്ക നടപടി കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമാകും എന്നാരും ധരിക്കുന്നില്ല. ഒന്നുകിൽ അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക, ഇനി അതല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ്, കേരളം മുഴുവൻ അല്ലെങ്കിൽ പല പല ഭാഗങ്ങളിലും പ്രകടനം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയത്തിൽ അവർക്ക് വേറെ ഒരിടത്തും പോയി അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു അമിതമായ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരുമ്പ് വടം വലിച്ചു കെട്ടിക്കൊണ്ട് ആരെയും അച്ചടക്കത്തിൻ്റെ ഉള്ളിലാക്കാം എന്നാരും ഈ പാർട്ടിക്കകത്ത് ആരും ധരിക്കുന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ അവർ നടത്തിയിട്ടുള്ളത് വൈകാരിക പ്രകടനങ്ങളാണ്. മാത്രമല്ല ഈ സാധാരണപ്പെട്ട പ്രവർത്തകർ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ് പാർട്ടിക്ക് അഭിമാനകരമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത പ്രവർത്തകർക്ക് നേരെ ഈ വിധത്തിലുള്ള ഒരു നടപടി ആയിരുന്നില്ല വേണ്ടത്. ഒന്നുകിൽ അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക, ഇനി അതല്ലെങ്കിൽ അതിൻ്റേതായ നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനപ്പുറത്ത് തങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന പദവി എടുത്തു മാറ്റുമെന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് ഞാൻ പറയുകയാണ്. അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഈ പാർട്ടിയിൽ പണിയെടുത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള പദവികൾ, ആ പദവികൾ എടുത്തു മാറ്റാൻ പാകത്തിന് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഈ വിധത്തിലുള്ള വികാര പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രമാണ് നടപടിയും വന്നിട്ടുള്ളത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഒരു നിലയിലുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ DCC പ്രസിഡന്റിനെ വിളിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. KPCC പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു. അപ്പോൾ KPCC പ്രസിഡന്റ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, അവരുടെ പദവികൾ നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, പക്ഷേ പദവികൾ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശിക്ഷയല്ലേ. അപ്പോൾ ഞാൻ DCC എന്നോ KPCC എന്നോ വേർതിരിച്ചല്ല ഞാൻ പാർട്ടിയിൽ നിന്നല്ലേ പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥിതി വഷളാക്കിയത് എന്താണ്, ഇത്തരം വിഷയങ്ങളിൽ വേണ്ടപ്പെട്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ അഭിപ്രായം പറയാൻ അവകാശമുള്ള നേതാക്കന്മാർ പരസ്യമായ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയതിൻ്റെ പേരിലല്ലേ ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇത് പാവപ്പെട്ട പ്രവർത്തകരുടെ പ്രശ്നമല്ലേ. ഇത് കൂടി പിടിച്ച് സമരം ചെയ്ത് അത്യധ്വാനം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാവപ്പെട്ട പ്രവർത്തകൻ്റെ വിഷയമാണിത്. അപ്പോൾ ഈ പ്രവർത്തകർ അതാണ് ഞാൻ പറഞ്ഞത്, അവർ നടത്തിയത് വൈകാരിക പ്രകടനമാണ്. അതിനെ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ്.